കേരളത്തിലെ ജനകീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി, കേരളത്തിലെ ഇക്കാലത്തെ മികച്ച മുഖ്യമന്ത്രിമാരിലും ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹം വിട പറഞ്ഞിട്ട് 2 വർഷം ആകുന്നു. അദ്ദേഹത്തെ പറ്റി എല്ലാ ആളുകൾക്കും, അദ്ദേഹത്തെ ഒരു തവണയും കണ്ട ആളുകൾക്ക് പോലും വലിയ ഓർമ്മകളുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ദീർഘകാലം പ്രവർത്തിച്ച ആളുകൾക്ക് ഉമ്മൻചാണ്ടി ഒരിക്കലും മറക്കാത്ത നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ച നേതാവ് കൂടിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതിന്റെ പ്രസ് സെക്രട്ടറി, ദീർഘനാൾ അദ്ദേഹത്തോട് പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകൻ കൂടിയ പി.ടി. ചാക്കോ, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്തു. അദ്ദേഹം ഇതിൽ പുസ്തകം ഉമ്മൻചാണ്ടിയെ പറ്റി എഴുതി. അദ്ദേഹത്തിന്റെ വിസ്മയ തീരം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഉമ്മൻചാണ്ടിയെ പറ്റി അറിയാവുന്ന ആളുകൾക്ക് പറയാൻ കഴിയുന്ന ഒരു പേര് തന്നെയാണ് വിസ്മയമായിരുന്ന അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ്. ആ ഉമ്മൻചാണ്ടിയുടെ പുസ്തകത്തിൽ, ഉമ്മൻചാണ്ടിയെ കുറിച്ച പുസ്തകത്തിൽ ചില കാര്യങ്ങൾ വിവാദമായി മാറുന്നുണ്ട് എന്ന് കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകണം. അദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ തന്നെ പല സംശയങ്ങളുണ്ടായിരുന്നു. മതിയായ ചികിത്സ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ, എന്താണ് ഉമ്മൻചാണ്ടിക്ക് ചികിത്സയെ ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ ഉണ്ടായ വിവാദത്തിന് അടിസ്ഥാനം? ഇപ്പോൾ ഈ പുസ്തകത്തിലും അത്തരം പരാമർശം ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് നമ്മോട് ആ കാര്യം സ്വീകരിക്കാൻ പി.ടി. ചാക്കോ തന്നെ ചേരുന്നു. എന്തായിരുന്നു ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അങ്ങയുടെ പുസ്തകത്തിൽ എന്താണ് അതേപറ്റി പറയുന്നത്? ഉമ്മൻചാണ്ടി സാറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളുടെയും വായടയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം. അദ്ദേഹത്തിന് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായി 13 ഏറ്റവും നല്ല ആശുപത്രികളിൽ ഏറ്റവും നല്ല ഡോക്ടർമാർ ചികിത്സ നൽകിയതിന്റെ വിശദാംശങ്ങൾ ഞാൻ ആ പുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിന് ഗവൺമെന്റ് 63.5 ലക്ഷം രൂപയാണ് അവരുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. അതായത് സർക്കാർ അവരുടെ ഒരു സ്ക്രൂട്ടിനി നടത്തിയിട്ടാണല്ലോ പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന് ലഭിച്ച ഏറ്റവും നല്ല ചികിത്സയ്ക്ക് കിട്ടിയ ഗവൺമെന്റ് കൊടുത്ത ഒരു തുകയാണത്. അപ്പം ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ, ചികിത്സ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും നല്ലൊരു തുക ഗവൺമെന്റ് ഒരിക്കലും കൊടുക്കുമായിരുന്നില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഉയർന്ന എല്ലാ വിവാദങ്ങൾക്കും അടപ്പിക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഈ പുസ്തകം, ഇതിലെ ഒരധ്യായം തന്നെ ഉപകരിക്കും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. മികച്ച ചികിത്സ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ നൽകിയിരുന്നു. കുടുംബം ഇത് വൈകിച്ചു എന്നായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഉയർന്ന പരാതിയും ചില ആരോപണങ്ങളും. ഒരിക്കലുമില്ല. കാരണം ഈ 13 ആശുപത്രികളിൽ ചികിത്സ നടത്തിയത് ഒരിക്കലും വൈകിപ്പിച്ചുകൊണ്ടല്ല. എപ്പോഴൊക്കെ ആവശ്യമായി വന്നോ അപ്പോഴൊക്കെയാണ് കേരളത്തിനകത്ത്, അതുപോലെ തന്നെ ഇന്ത്യയില്, വിദേശത്ത് ഒക്കെ ഈ ട്രീറ്റ്മെന്റുമായിട്ട് അവർ പോയിട്ടുള്ളത്. അവരുടെ കുടുംബം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ആശുപത്രിയിലും കൊടുത്ത ഡയഗ്നൈസും ട്രീറ്റ്മെന്റും അത്തരം വിശദാംശങ്ങളൊക്കെ ഈ പുസ്തകത്തിനകത്തുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ആ ഘട്ടത്തിൽ ഇപ്പോഴുമൊക്കെ ഈ ചികിത്സ ഒരു വിവാദമായി തന്നെ ഉയർന്നേക്കാറ്? ഉമ്മൻചാണ്ടിയുടെ സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായ ഉദ്ദേശത്തോടുകൂടിയുള്ള കാര്യമാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള സ്നേഹമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ രോഗം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മൂർച്ഛിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആളുകൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു റിക്കവറി ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ, അല്ലെങ്കിൽ ചികിത്സ വൈകിപ്പിച്ചു, അല്ലെങ്കിൽ ചികിത്സ പോരാ തുടങ്ങിയ മുറവിളി, ഈ പശ്ചാത്തലത്തിലാണ് അതുണ്ടായത്. അതായത് അദ്ദേഹത്തിന്റെ അവസ്ഥ മോശമായി വന്ന സാഹചര്യത്തിൽ ഇത്രയും ചെയ്താൽ പോരാ എന്നുള്ള ഒരു ആഗ്രഹത്തിന്മേൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങളാണത്. ഉമ്മൻചാണ്ടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചവരിൽ നിന്നുണ്ടാ ആ രീതിയിലുള്ള ഒരു മുറവിളി, അങ്ങ് പുസ്തകത്തിൽ ഉപയോഗിച്ച വാക്ക് അത് തന്നെയാണ്, മുറവിളി, ചികിത്സയ്ക്കായുള്ള മുറവിളി, അങ്ങനെയല്ലേ? അത് ഉമ്മൻചാണ്ടി സാറ് തിരിച്ചു വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ മൊത്തം ഒരാഗ്രഹവും ആവേശവുമായിരുന്നു. അപ്പോൾ ചിലപ്പോഴെങ്കിലും അതൊക്കെ അല്പം അതിര് വിട്ടു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരുടെയും ലക്ഷ്യം ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബത്തിന്റെ, ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുന്നവരുടെ, പാർട്ടിയുടെ, അങ്ങനെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സാർ തിരിച്ചു വരിക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പാർട്ടി നടത്തിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബം നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ കൂട്ടായ യജ്ഞം, ഒരു പ്രാർത്ഥന, ഒരു യജ്ഞം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ചാണ്ടി ഉമ്മൻ തന്നെ പലപ്പോഴും പറഞ്ഞു, സർക്കാരിന്റെ ഒരു സഹായമൊക്കെ വിഷയത്തിൽ ഒരു പ്രത്യേക താല്പര്യമൊക്കെ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെടുകയും, അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരു മെഡിക്കൽ ബോർഡിനെ രൂപീകരിക്കുകയും, ആ മെഡിക്കൽ ബോർഡ് അവിടെ പോവുകയും, ആ മെഡിക്കൽ ബോർഡ് കൂടിയിട്ട്
അവരുടെ ഒരു റിപ്പോർട്ട് തന്നെ ഗവൺമെന്റിന് കൊടുക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് ആക്ച്വലി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ എന്റെ പുസ്തകത്തിൽ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയോ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുതന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവ് അത്രയധികം കേരളം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളും സർക്കാരും ഒക്കെ സർക്കാർ ഇടപെടലൊക്കെ നേരത്തെ ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവ് ഉണ്ടാകാത്തതിലുള്ള വിഷമമാകാം ഈ ചികിത്സ ഇപ്പോഴും വിവാദമായി ആരെങ്കിലും ഉയർത്തിക്കാട്ടണം, ചികിത്സ വൈകിച്ചു എന്ന ആരോപണത്തിനൊക്കെ കാരണമെന്നാണ് പി ടി ചാക്കോ പറയുന്നത്.